നല്ല വചനം ഹല്ലിയ 2 കൊരിന്ത്യരുടെ ലേഖനം 6-ാം അധ്യായം 14 തൊട്ട് 18 വരെയും 7-ന്റെ 1 വാക്യങ്ങളെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. 2 Corinthians chapter 6 verse numbers 14 until 18 and 2 Corinthians 7:1 ഇത്രയും വാക്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അല്ലെ കർത്താവിന്റെ വചനം 2 Corinthians 6:14 onwards 14 തൊട്ട് വചനം ഇങ്ങനെ പറയുന്നു. Don't team up with those who are unbelievers. How can righteousness be a partner with wickedness? How can light live with darkness? What harmony can there be between Christ and the devil? How can a believer be a partner with an unbeliever? And what union can there be between God's temple and idols? For we are the temple of the living God. Hallelujah. അതിന്റെ 14, 15, 16 വാക്യങ്ങൾ. നിങ്ങൾ അവിശ്വാസികളോട് ഇല്ല പിണ കൂടരുത്. അവിശ്വാസികളോട് ഇണ ഇല്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? ആമേൻ. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? വെളിച്ചത്തിന് ഇരുളിലോടെ എന്ത് കൂട്ടായ്മ? 15 ക്രിസ്തുവിനും ബലിയാലിനും എന്ത് ഓഹരി? 16 ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് പൊരുത്തം? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും എന്ന് ദൈവം അരുളിച്ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ മഹത്വം. ഹല്ലേലൂയ. ചുരുക്കം പറഞ്ഞാൽ ദൈവവചനം നമ്മളോട് പറയുന്നത്, ഹല്ലേലൂയ, ദൈവരാജ്യത്തിന് യോജിച്ചതല്ല എങ്കിൽ ഹല്ലേലൂയ അവിടെ നിന്ന് ഓടിപ്പോകാൻ. സ്തോത്രം. വചനം നമ്മളോട് രാവിലെ നമ്മളിത് വായിക്കുമ്പം നമ്മളെ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ പകുതി അവിടെയും പകുതി ഇവിടെയും നിൽക്കാൻ അനുവാദം തന്നിട്ടില്ല ദൈവവചനം. സ്തോത്രം. ഹല്ലേലൂയ. ഇണയില്ല പിണ കൂടാതിരിക്കാൻ ദൈവവചനം നിർബന്ധിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ വചനത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ 1 കൊരിന്ത്യരുടെ ലേഖനം 2:13 പൗലോസ് അപ്പോസ്തലൻ അവിശ്വാസിയായ ഭർത്താവിന്റെ കൂടെ വിശ്വാസിയായ ഭാര്യ ജീവിച്ചു പോകുന്നതിൽ കുഴപ്പമില്ല എന്നൊക്കെ എന്നിട്ട് അവിടെ പറയുന്നത് വെച്ചാൽ അവരുടെ ജീവിതത്തിന്റെ ഇടയിൽ ചില സ്ത്രീകൾ അവർ യേശുവിനെ അറിഞ്ഞു അവന്മാരുണ്ട്. അവിടെ പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആ വിവാഹത്തിൽ നിന്ന് മാറല്ല, നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളുടെ വിശ്വാസം മൂലം നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറകൾ വിശുദ്ധരായി തീരും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ 2 കൊരിന്ത്യരിൽ വന്നപ്പം പൗലോസ് അപ്പോസ്തലൻ പറയുക അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ കൊരിന്ത്യരിൽ വന്നപ്പം പൗലോസ് അപ്പോസ്തലൻ പറയുക അതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ അറിഞ്ഞുകൊണ്ട് ഒരു വിശ്വാസി അവിശ്വാസിയുമായിട്ട് ഒന്നായി തീരില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്നാനപ്പെട്ട അല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തി, ഒരു രക്ഷിക്കപ്പെടാത്ത അല്ലെങ്കിൽ വേർതിരിക്കപ്പെടാത്ത അല്ലെങ്കിൽ വേർതിരിക്കപ്പെടാത്ത ഒരു സ്നാനപ്പെടാത്ത ഒരു വ്യക്തിയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടല്. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നു. നമ്മളൊക്കെ യേശുവിനെ അറിഞ്ഞു അല്ലേ? നമ്മുടെ യേശു നമ്മളുടെ രക്ഷകനായി. ഹല്ലേലൂയ. ഇനിയും നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു യേശുവിനെ അറിയാത്ത വിഗ്രഹങ്ങളെ സേവിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ഇനി നമുക്ക് ബന്ധം കൂടാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല. ഇനി അതിൻ്റെ അപ്പുറം ഇനി ഇച്ചിരിയും കൂടെ ഒന്ന് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജീവിക്കുന്ന സാഹചര്യത്തിന് അത് നമുക്ക് ആർക്കും കടുകിനകത്ത് കയറി ൊക്കെ ആണെങ്കിലും ഞാൻ ഈ ലോകത്തിലൊന്നും ജീവിക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഗുഹയ്ക്കകത്ത് കയറി ജീവിക്കണം, നമുക്ക് അങ്ങനെ പറ്റത്തില്ല. നമ്മൾ ഈ ലോകത്ത് തന്നെ വേണം നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുവാൻ. പക്ഷെ നമ്മളെ വചനം നിർബന്ധിക്കുന്നത്, ശക്തമായിട്ട് നിർബന്ധിക്കുന്നത് നമ്മൾ വിശുദ്ധരായിട്ട് ജീവിക്കാൻ. ഹല്ലേലൂയ. ജീവിക്കാൻ. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റിനും നിൽക്കുന്നവർ, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനകത്ത്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒക്കെ ചിലപ്പം ആൾക്കാര് മോശമായി സംസാരിക്കുന്ന ആൾക്കാർ കാണും, അവര് വേണ്ടാത്ത സംസാരങ്ങൾ പറയുന്നവർ കാണും, തമാശമൊക്കെ പറഞ്ഞ് ഒക്കെ ജീവിത ശൈലികൾ ചെയ്യുന്നത് കാണും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പാർട്ടിക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ കഴിക്കാൻ പാടില്ലാത്തതും കുടിക്കാൻ പാടില്ലാത്തതുമായ സാധനങ്ങളൊക്കെ അവിടെ കാണും. പക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ടോ? അവര്
വിശ്വാസികളാണെന്ന് പറയും, പക്ഷെ അവർ പറയും ഓ ഒന്ന് കമ്പനി കൂടിയതേ ഉള്ളൂ എന്ന് പറയും അല്ലേ. എന്നിട്ട് ആ കമ്പനി കൂടിയിട്ട് അവര് അല്പസ്വല്പം ഒക്കെ ഒന്ന് ഭക്ഷിച്ചെന്നിരിക്കും. പക്ഷെ അത് കുറെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവരെ വിശ്വാസി ലോകത്തിൽ നിന്ന് അവരെ വലിച്ചെടുത്ത് മാറ്റിക്കളയും, ദൂരെ കളയും അവരെ. ഹല്ലേലൂയ. അതേപോലെ തന്നെയാ ചിലപ്പോൾ കൂട്ടജനം നമ്മളെ നിർബന്ധിക്കുക, നമുക്ക് അവിടെ നിൽക്കാൻ പോലും നമുക്ക് ദൈവം അനുവാദം തന്നിട്ടില്ല. ഹല്ലേലൂയ. എനിക്ക് കൂട്ടുകാര് വേണം എന്ന് പറഞ്ഞ് ആ കൂട്ടുകാരോടൊപ്പം നമ്മളോട് സംസാരിക്കാനും ചിരിക്കാനും കളിക്കാനും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അവര് ലോകത്തിന്റെയും ജഡത്തിന്റെയും ഹല്ലേലൂയ, അവര് ലോകത്തിന്റെയും ജഡത്തിന്റെയും സംസാരങ്ങളൊക്കെ ആയിരിക്കും അവിടെ പറയുന്നത്. അതിനകത്ത് എനിക്ക് കൂട്ടുകാര് വേണം എന്ന് പറഞ്ഞ് ഞാനും ഒന്ന് മിടുക്കിയായിട്ടോ മിടുക്കനായിട്ടോ ഞാനും ഒന്ന് സംസാരിക്കട്ടെ, നമുക്ക് ദൈവം അനുവാദം തന്നിട്ടില്ല. ഹല്ലേലൂയ. വിഗ്രഹങ്ങളെ സേവിക്കാൻ നമുക്ക് അനുവാദം തന്നിട്ടില്ല. മനുഷ്യ കൈകൊണ്ടുണ്ടാക്കിയ ചില ദൈവങ്ങളുടെ രൂപങ്ങൾ മാത്രമല്ല വിഗ്രഹങ്ങൾ. ഹല്ലേലൂയ. സ്റ്റോക്ക് മാർക്കറ്റ് പലർക്കും വിഗ്രഹമായി തീരാം അല്ലെ. ഷെയർ മാർക്കറ്റ് ഒക്കെ വിഗ്രഹമായി തീരാം. ഹല്ലേലൂയ. ചില മനുഷ്യര് വിഗ്രഹമായി തീരാം. ചില പ്രവൃത്തികൾ വിഗ്രഹങ്ങളായി തീരാം. ഹല്ലേലൂയ. ഇത് കർത്താവ് നമ്മളെ നിർബന്ധിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് വിഗ്രഹങ്ങളൊന്നും വേണ്ട, അനാചാരങ്ങളൊന്നും വേണ്ട. നമ്മളെ വചനം നിർബന്ധമായി പറയുന്നു നമ്മൾ അതിൽ നിന്ന് ഓടിപ്പോകാൻ. നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ നമ്മുടെ ചുറ്റിനും ഒരുപാട് അവിശ്വാസികളായ ആൾക്കാർ കാണും. അവരോടൊപ്പം പങ്കുചേർന്ന് ആ ശരിയാ ശരിയാ എന്ന് പറയാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റിനും നിൽക്കുന്നവർ ചിലപ്പം പറയുമായിരിക്കും, അയ്യോ യുദ്ധമല്ലേ, ക്ഷാമമല്ലേ, ക്ഷാമമല്ലേ, എന്തുവായി തീരും എന്ന് പറയുമ്പം അവരോടൊപ്പം ശരിയാ എന്തോ ആയി തീരുവോ എന്ന് പറയാൻ നമുക്ക് അനുവാദം തന്നിട്ടില്ല. അവിടെ നമ്മളോട് നിർബന്ധം പറയുന്ന ദൈവവചനം നിർബന്ധം പറയുന്ന ഒരു വിശ്വാസിയുടെ ഗുണം അവിടെ കാണിക്കുവാൻ. ഹല്ലേലൂയ. അന്നേരം അവരോട് വാഴുന്നിടത്തോളം കാലം ഒരു അനർത്ഥവും എനിക്ക് ഭവിക്കത്തില്ല എന്ന് വേണം നമ്മൾ പറയാൻ. ഹല്ലേലൂയ. അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ, അവരെ ഒരു അസാധാരണമായ വിശ്വാസം കാണിക്കാനാ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവിശ്വാസിയോടൊപ്പം കൂട്ടു അവിടെ തിരുവചനം പറയുന്നത് ഡു നോട്ട് ബി യോക്ഡ് ടു ആൻ അൺബിലീവർ എന്ന് പറഞ്ഞാല് ഈ നിലമൊഴുമ്പം നമ്മൾ കാളകളെ കണ്ടിട്ടുണ്ട് അല്ലേ. കാളകൾ അവരുടെ പെടലിയേല്, രണ്ട് കാളകൾ അവരുടെ പെടലിയേൽ ഒരുമിച്ച് യോക്ക് വെച്ച് ആ ഒരു തടിയൊക്കെ വെച്ച് ഒരുമിച്ച് അവരെ നിലമുഴുന്നത്. ചിലപ്പോൾ ഒരു കാളയ്ക്ക് വലിയ സ്പീഡില്ലെങ്കിൽ മറ്റേ കാള അതിനെ കൂടെ വലിച്ചോണ്ട് പോകും. അപ്പൊ ഇതുങ്ങൾ രണ്ടും ഒരേ സ്പീഡിലായിരിക്കണം. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അവിശ്വാസിയുടെ വേഗത പുറമോട്ട, വിശ്വാസിയുടെ വേഗതയോ മുന്നോട്ട. അപ്പം ഇവർ രണ്ടും മുന്നോട്ട. അപ്പം ഇവർ രണ്ടും കൂടെ രണ്ട് കാളകളെ ചേർത്ത് ഒരു പറമ്പിൽ നിലമൊഴിയുമ്പം ഒരു കാളയ്ക്ക് വേഗതയില്ലെങ്കിൽ, ഒരു കാള മെല്ലെ മെല്ലെയാ പോകുന്നത്, അതിന് വേഗതയില്ല. പക്ഷെ മറ്റേ കാളയ്ക്ക് നല്ല വേഗതയുണ്ടെങ്കിൽ ഇവർ രണ്ടും കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ അല്ലാതെ വേഗത്തിലായിരിക്കത്തില്ല അല്ലെ. അപ്പം കൃഷിക്കാരൻ ഇവരെ രണ്ടുപേരെയും യോജിപ്പിക്കുമ്പോൾ ഒരേപോലത്തെ കാളകളെ വേണം യോജിപ്പിക്കാൻ. അല്ലെങ്കിൽ അവിടെ ഉഴിച്ചിൽ നടക്കത്തില്ല. അവിടെ വേറെ എന്തേലുമൊക്കെ ഒരു കാള വീണു പോകും, അങ്ങനെയൊക്കെ സംഭവിക്കും അല്ലെ. വിശ്വാസി സമൂഹത്തിനകത്തും ഇങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ. വിശ്വാസി സമൂഹത്തിനകത്തും ഇങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ. ഒരു അവിശ്വാസിയുമായിട്ട് ഒരു വിശ്വാസി ഇണയില്ല പിണ ചേർന്ന് ഒരുമിച്ച് ഓടാൻ ശ്രമിക്കുവാണെങ്കിൽ അവിശ്വാസി മെല്ലെ മെല്ലെ വിശ്വാസിയെ വലിച്ചു വലിച്ച് പുറമോട്ട് കൊണ്ടുപോകും. ലഭിക്കേണ്ട അനുഗ്രഹങ്ങള് വെളിപ്പെടുന്നതിന് പകരം അത് വെളിപ്പെടാതെ ആയി പോകും. ഹല്ലേലൂയ. അപ്പൊ എത്രയധികം ആ വിശ്വാസി അവിശ്വാസിയുമായിട്ട് ചേർന്നാ നിൽക്കുന്നെങ്കിൽ എത്രയധികം ഈ അവിശ്വാസി ആഞ്ഞു വെച്ച് പ്രാർത്ഥിക്കണം, മുന്നേറണം അല്ലെ, എന്തുമാത്രം മുന്നേറണം അല്ലെ, എന്തുമാത്രം ചെയ്യണം. ഹല്ലേലൂയ. ആ ജീവിതം ഒന്ന് ഐശ്വര്യമായി തീരണേ
തീരണമെങ്കിൽ, അനുഗ്രഹമായി തീരണമെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിന്റെ വചനം നമ്മളെ നിർബന്ധിക്കുക. നമ്മള് കൂട്ടുകൂടുവാണെങ്കിൽ ഒരേപോലെയുള്ള റേഞ്ചിലുള്ളവരുമായിട്ട്, കൂട്ടുവാസി സമൂഹത്തിനകത്ത് നമുക്ക് കൂട്ടുകാർ കാണും അല്ലെ, വിശ്വാസി കൂട്ടുകാർ കാണും. ഈ വിശ്വാസി കൂട്ടുകാർ പോലും നമ്മളുടെ കൂട്ടുകെട്ടുകളെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി വേണം ചേരുവാൻ. ഹല്ലേലൂയ, നമ്മളെക്കാട്ടിലും ഒരു പടി മുന്നോട്ട് നിൽക്കുന്ന ഒരു വിശ്വാസി കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ നമ്മൾ തേടണം. എന്നിട്ട് ഒരുമിച്ച് നിന്ന് ആരാധിക്കണം, പ്രാർത്ഥിക്കണം, മുന്നേറാൻ സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ ഓരോരുത്തരെയും കർത്താവിന്റെ വചനം നിർബന്ധിക്കുക, നമ്മൾ ഓടി അകലുവാൻ. ഹല്ലേലൂയ, വേണ്ടാത്തതിനകത്ത് നമ്മൾ പെട്ടുപോകാതിരിക്കാൻ. എന്ത് പറ്റും? അല്ലെങ്കിൽ ആദ്യമൊക്കെ മെല്ലും പുറമോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയതയ്ക്ക് ഉണക്ക് തട്ടുന്നത് മെല്ലെ മെല്ലെ ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് വേഗത്തിൽ ഉണക്ക് തട്ടിപ്പോകും. അറിയത്ത് പോലുമില്ല, നമ്മുടെ വിശ്വാസ ജീവിതം ഉണങ്ങിപ്പോകുന്നത് അറിയത്തില്ല. ഒരു മരവുമായിട്ട് നമുക്ക് ജീവിതം, നമ്മൾ അവിശ്വാസികളുമായിട്ട് അവരുടെ ചിരിയിലും കളിയിലും സംസാരത്തിലും അവരുടെ നടപ്പിലും ഇരിപ്പിലും ഒക്കെ നമ്മൾ ഒരുപാട് ഇടപഴകി കഴിയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഇലകൾ ഉണങ്ങാൻ തുടങ്ങും. നമ്മൾ ക്രിസ്തുവിൽ വേര് പിടിക്കുന്നതിന് പകരം വേരൊക്കെ ചെറുതായും പിടിക്കാതെയും വരും. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ലോകത്ത് അവരുടെ കൂട്ടുകാരൊക്കെ എല്ലാം വിശ്വാസി കൂട്ടുകാരൊന്നുമല്ല. പക്ഷെ നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളോട് ഉപദേശിക്കണം. നമ്മുടെ ഒരു കാതും ഒരു കണ്ണും ആ കുഞ്ഞുങ്ങളുടെ ലൈഫിനെ ഫോക്കസ് ചെയ്യണം. അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവരെ നമ്മൾ ഉപദേശിച്ചു കൊടുക്കണം. നമ്മളുടെ കുഞ്ഞുങ്ങളോട് അവരുമായിട്ട് അങ്ങനെ അവിശ്വാസികളുമായിട്ട് അവരുടെ രീതി നമ്മൾ പഠിച്ചെടുക്കാതെ നമ്മളുടെ രീതി അവരിൽ പഠിപ്പിച്ചെടുക്കുവാൻ വേണ്ടി. സ്തോത്രം. എനിക്കറിയാം അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട്. എനിക്ക് 2 കുഞ്ഞുങ്ങളുള്ള, അവര് ജീവിക്കാരും ഒക്കെ അങ്ങനെ വിശ്വാസി ലോകത്തുള്ള കൂട്ടുകാര് ഒന്നുമില്ല സ്കൂളില്. അത് കാരണം അവരുടെ ആ സൺഡേ സ്കൂളും ഒക്കെ അവർക്ക് ഭയങ്കര വിലയേറിയതാ. അവരുടെ ആ കൂട്ടുകാരൊക്കെ ക്രിസ്തു വിശ്വാസികളാ. പക്ഷെ അവരുടെ കൂട്ടുകാരുണ്ട്, സ്കൂളിലും ഒക്കെ അവരുടെ കൂട്ടുകാരുണ്ട്. അവരെ കൂട്ടുകൂടാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എപ്പോഴും ഓരോ ഇവരുടെ സംസാരങ്ങളും ഒക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും. ഇവർക്ക് ചിലപ്പോൾ ഓൺലൈനൊക്കെ മീറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പാർട്ടിക്കൊക്കെ പോകേണ്ടി വരും. പക്ഷെ ഇങ്ങനെ എൻ്റെ ഒരു കാതും ഒരു കണ്ണും എപ്പോഴും ഇങ്ങനെ കാണും. എന്നിട്ട് ഇവരോട് ഇങ്ങനെ പറയും. അപ്പൊ അവരെപ്പോഴും പറയും, ഇല്ല മമ്മ ഞങ്ങൾക്കറിയാം, അവരങ്ങനെ സംസാരിച്ചു, ഞങ്ങൾ അതിനൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ മിണ്ടാതിരുന്നു, ഞങ്ങൾക്കറിയാം അത് തെറ്റാണെന്ന്. പക്ഷെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവെ വേണ്ടാത്ത കൂട്ടുകെട്ടുകളെല്ലാം ബ്രേക്കായി മാറുവാൻ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ കൂട്ടുകെട്ടുകളൊക്കെ വേണ്ടാത്തത് പൊളിഞ്ഞു മാറി പോകുന്നത്, അങ്ങനത്തെ കൂട്ടുകാരൊക്കെ അകന്നു പോകുന്നത് ഞാൻ എൻ്റെ കണ്ണും കൊണ്ട് കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഈ വചനം എടുത്തു വെച്ചിട്ട് പ്രാർത്ഥിക്കണം, കർത്താവെ എൻ്റെ കുഞ്ഞുങ്ങള് അവിശ്വാസികളുമായിട്ട് ഇണയില്ല പിണ ചേരുവാനായിട്ട് സ്വർഗം അനുവദിക്കല്ല്. എൻ്റെ കുഞ്ഞിക്കണം, ഉദരത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ വേർതിരിച്ചതല്ലേ കർത്താവെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയും. കർത്താവെ എൻ്റെ കുഞ്ഞുങ്ങളെ നീ ഉദരത്തിൽ വെച്ച് തന്നെ വേർതിരിച്ചതല്ലേ. ഹല്ലേലൂയ. അതുങ്ങളെ ഈ ലോകത്ത് വേണ്ടാത്ത കൂട്ടുകെട്ടുകൾക്കകത്ത് അനുവദിക്കല്ല്. സ്തോത്രം. അത് നമ്മുടെ ഉത്തരവാദിത്തമാ. ഹല്ലേലൂയ. എന്നൊരു വചനം താഴോട്ട് പറയാ, നമ്മളോട് വാഗ്ദത്തം ചെയ്യുന്ന ദൈവത്തിന്റെ മന്ദിരമല്ലയോ എന്നൊക്കെ ചോദിച്ചിട്ട് കർത്താവിന്റെ വചനം ഒരു 6 വാഗ്ദത്തം, ആ 16 തൊട്ട് 18 വാക്യങ്ങൾക്കകത്ത് 6 വാഗ്ദത്തങ്ങൾ പറയാ. എന്തൊക്കെയാണെന്നറിയോ? അല്ലേ, വചനം അവിടെ പറയാണ്, നമ്മള് ജീവിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമാ. എന്നിട്ട് പറയാ വാഗ്ദത്തങ്ങൾ പറയാ. എന്തൊക്കെയാണെന്നറിയോ? അല്ലേ, വചനം അവിടെ പറയാണ്, നമ്മള് ജീവിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമാ. എന്നിട്ട് പറയാം, ഞാൻ അവരുടെ ഇടയിൽ നടക്കും. ഐ വിൽ ലിവ് ഇൻ ദം. ഞാൻ അവരുടെ ഇടയിൽ ജീവിക്കും. ഞാൻ അവരുടെ ഇടയിൽ നടക്കും. ആൻഡ് വാക്ക് അമംഗ് ദം. ഐ വിൽ ബി ദെയർ ഗോഡ്. ഞാൻ അവരുടെ ദൈവമാകും. ആൻഡ് ദേ വിൽ ബി മൈ പീപ്പിൾ. അവരെന്റെ ജനമാകും. കണ്ട 4 വാഗ്ദത്തങ്ങള്. 1, ഞാൻ അവരുടെ ഇടയിൽ ജീവിക്കും. 2, ഞാൻ അവരുടെ ഇടയിൽ നടക്കും. 3, ഞാൻ അവരുടെ ദൈവമാകും. 4, അവരെന്റെ ജനമാകും. 16-ാം വാക്യത്തിനകത്ത്. ഹല്ലേലൂയ. 18-ാം വാക്യത്തിനകത്ത് 5-ാമത്തെ വാഗ്ദത്തം പറയാ, ഞാൻ അവരുടെ
പിതാവാകും. 6-ാമത്തെ വാഗ്ദത്തം പറയാ, നിങ്ങൾ എൻ്റെ പുത്രന്മാരും പുത്രിമാരും ആകും. കണ്ടോ? ഹല്ലിയ. ആ ഈ വാഗ്ദത്തങ്ങൾ ലഭിക്കണമെങ്കിൽ 16, 18 ഇതിനകത്തെങ്കിൽ സ്തോത്രം, നമ്മള് കർത്താവിൻ്റെ ഹല്ലേലൂയ വാക്കുകൾ അനുസരിച്ച് 17-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ അവിശ്വാസികളുടെ ഇടയിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങളെ തന്നെ ഹല്ലേലൂയ സെപ്പറേറ്റ് ചെയ്യ്, വേർതിരിക്ക്, അവരേറ്റ് ചെയ്യ്, വേർതിരിക്ക്. അവരുടെ അഴുക്കായ കാര്യങ്ങളെ നിങ്ങൾ തൊടല്ല്, അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം നമ്മളോട് നിർബന്ധമായിട്ട് പറയുക, അവിശ്വാസികളിൽ നിന്ന് അകന്നോടി പോകുവാൻ. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലായിടത്തും നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ, വിശ്വാസികളുടെ വീട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങള് അവിശ്വാസികളുമായിട്ട് ഇണയില്ലാപ്പണ അല്ലെങ്കിൽ ബന്ധം കൂടി പോകുന്നു എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകന്ന് ഓടിപ്പോകുന്നു. ഹല്ലേലൂയ. അത് പിശാചിന്റെ ഒരു വലിയ തന്ത്രമാ. സ്തോത്രം. വിശ്വാസികളുടെ കുഞ്ഞുങ്ങളുടെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി. സ്തോത്രം. നമ്മള് കുഞ്ഞുങ്ങളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവെ അങ്ങേ അറിഞ്ഞുള്ളൊരു ജീവിതം, ജീവിതകാലം മൊത്തം അങ്ങേ സേവിക്കുന്നവര്, അവരുടെ ആയുസ് മൊത്തം അങ്ങേ സേവിക്കുന്നവരായി തീരുവാൻ, അവരുടെ തലമുറ തലമുറ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവരായിട്ട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആഴ്ചയിൽ ഒരിക്കലൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേർതിരിച്ച് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുമെങ്കിൽ, ഒരു നേരമെങ്കിലും ഒന്ന് ഉപവസിക്കാനൊക്കെ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഹല്ലേലൂയ. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളും ഈ വിശ്വാസത്തിൽ ശക്തരായിട്ട് നിൽക്കണം. ഹല്ലേലൂയ. ഈ ശക്തരായിട്ട് നിൽക്കണം. ഹല്ലേലൂയ. ഈ ലോകത്ത് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങള്, മറ്റുള്ളവരോടുള്ള സ്നേഹം, ഇഷ്ടം ഒന്നും ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പറയാം, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും നടുവില് മനുഷ്യരോടുള്ള വരല്. ഹല്ലേലൂയ. യേശുവിനോടുള്ള സ്നേഹത്തിന്റെ മേളിലായിരിക്കല് വ്യക്തികളോടുള്ള സ്നേഹം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളത് പഠിപ്പിച്ചെടുക്കണം, പ്രാർത്ഥിക്കണം. നമ്മളും അത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എൻ്റെ ആ കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ ഞാൻ തൃപ്തിയാക്കട്ടെ. അവരെന്നെ വിളിച്ചതല്ലേ, എത്ര നാളായി എന്നെ വിളിക്കുന്നു, നമുക്ക് ഒരുമിച്ച് അവിടെ പോയി ഭക്ഷിക്കാം. നമുക്കറിയാം, ആ പോയി ഭക്ഷിക്കുന്ന സ്ഥലത്ത് കൊള്ളാത്ത ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. കൊള്ളാത്ത സ്ഥലത്ത് പോലും നമ്മൾ നിൽക്കല്ലേ, ഓടിപ്പോകാൻ നമ്മളെ ദൈവവചനം നിർബന്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ പറയാ, ഓ എൻ്റെ കൂട്ടുകാരന് വെറുതെ ഞാൻ പോകത്തതേ ഉള്ളൂ, ഞാൻ അവിടെ ഒന്നും കഴിക്കത്തും എടുക്കത്തുമില്ല. പക്ഷെ നമ്മൾ പോയോ? ഹല്ലേലൂയ. ഞാന് ഇങ്ങനെ ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എപ്പോഴും ഞാൻ ഇങ്ങനെ അത് ചിന്തിക്കും. ദേവദാസൻ ഇങ്ങനെയാ പറഞ്ഞത്, ഞാൻ എന്താ തെങ്ങും കള്ള് കുടിക്കത്തില്ല, പക്ഷെ ഞാന് ഒരാള് കുടിക്കത്തില്ല, പക്ഷെ ഞാന് ഒരാളെ എന്താ, എനിക്ക് ദൈവത്തിനോടും മനുഷ്യനോടും, ദൈവത്തിനോട് ഭയവും മനുഷ്യനോട് ശങ്കയുമുണ്ട്. എന്നിട്ട് ദേവദാസൻ ഇങ്ങനെ പറഞ്ഞത്, ഞാനൊരു കള്ള് ഷാപ്പിന്റെ അവിടെ പോലും പോയി ഞാൻ നിക്കത്തില്ല. പോട്ടൊരു തെങ്ങും കള്ള് വെട്ടുന്ന തെങ്ങിന്റെ ചുവട്ടിൽ പോലും ഞാൻ പറയും, ഞാൻ തെങ്ങും കള്ള് കുടിച്ചെന്ന്. കണ്ടോ? അത്ര വിശുദ്ധമായിട്ടാ ചിലവർ അവരുടെ ജീവിതങ്ങളെ സൂക്ഷിക്കുന്നേ. ഇന്ന് നമ്മളെ നിർബന്ധിക്കുക, ഹല്ലേലൂയ, നമ്മള് അങ്ങനെ തന്നെ വിശുദ്ധമായി നമ്മുടെ ജീവിതങ്ങളെ സൂക്ഷിക്കുവാൻ. ഈ വിശ്വാസം വെറുതെ കിട്ടിയതല്ല. എത്ര ഒരു ദൈവം തൻ്റെ പുത്രനെ ആചരിക്കാതെ നമുക്ക് വേണ്ടി വിട്ടുതന്ന് കിട്ടിയതാ നമുക്ക് ഈ വിശ്വാസം. ഹല്ലേലൂയ. എത്രയോ പേര് അവരുടെ ജീവിതങ്ങളെ വെറും അവര് രക്തസാക്ഷികളായി അവരുടെ ജീവിതങ്ങളെ നിസ്സാരമെന്ന് കരുതിയതാ ഈ നല്ല വിശ്വാസത്തിന് വേണ്ടി. തേടി വന്നത് നമ്മുടെ കഴിവോ മിടുക്കോ കാരണമല്ല. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഈ ലോകത്തിന്റെ ഇടയിൽ നിന്ന്, ദൈവത്തിന്റെ കണ്ണുകളും ഹൃദയവും നമ്മളെ വേർതിരിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ വിശ്വാസത്തിൽ നിൽക്കുന്നത്. ഈ വിശ്വാസം ജീവൻ കൊടുത്ത് കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളുടെ ഓരോരുത്തരുടെയുമാ. ഉത്തരവാദിത്വം നമ്മളുടെ ഓരോരുത്തരുടെയുമാ. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കണം എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? എന്താ എന്നെ അനുഗ്രഹിക്കാത്തത്? എന്താ എൻ്റെ ജീവിതത്തിനകത്ത് നന്മകളൊന്നും വെളിപ്പെടാത്തത്? ഹല്ലേലൂയ. വേർതിരിക്കാൻ തയ്യാറാവുമോ? തയ്യാറാകുമെങ്കിൽ കർത്താവിനെ അനുഗ്രഹിക്കാൻ പറ്റും. അവരോട് പറഞ്ഞു, നിങ്ങൾ അവരുടെ ഇടയിൽ നിന്ന്
വേർതിരിച്ച് പുറത്തിറങ്ങ്. വേർതിരിച്ചിട്ട് അവരെ അനുഗ്രഹിച്ചത്. ഹല്ലേലൂയ. വേർതിരിക്കാതെ അനുഗ്രഹം കിട്ടാൻ ബുദ്ധിമുട്ടാ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, യേശുവിനകത്തോട്ട് ജീവിതം തുടങ്ങിയാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. ഓരോ ദിവസവും ഓരോ ദിവസവും ജീവിതം ഭയങ്കര അനുഗ്രഹവും ഭയങ്കര അത്ഭുതവുമാക്കി തീർക്കും. എന്താന്ന് വെച്ചാൽ നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്റെ പേര് അത്ഭുത മന്ത്രി എന്നാ. ഹല്ലേലൂയ. അത്ഭുത മന്ത്രിയായ ദൈവത്തിനെ സേവിച്ചാൽ ജീവിതം ഓരോ ദിവസവും അത്ഭുതം തന്നെയായിരിക്കും. നിരാശപ്പെട്ട് നിലവിളിച്ച് നെഞ്ചത്തലച്ച് അയ്യോ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്ന് പറയാൻ ദൈവം ഇടയാക്കത്തില്ല. ഹല്ലേലൂയ. അതല്ലാതെ എന്തെങ്കിലും ജീവിതത്തിനകത്ത് വന്നോ, ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവേ എൻ്റെ ജീവിതം ഒന്ന് വേർതിരിച്ച് തരണം. ഹല്ലേലൂയ. എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിനകത്ത് എനിക്കൊന്ന് വെളിപ്പെടണം. വചനം പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിനകത്ത് എനിക്കൊന്ന് വെളിപ്പെടണം. നീ എൻ്റെ ദൈവവും ഞാൻ നിന്റെ ജനവുമാണെന്ന് ഹല്ലേലൂയ സ്വർഗം സാക്ഷ്യപ്പെടുത്തുന്ന വണ്ണം എൻ്റെ ജീവിതം ഒന്ന് ആക്കി തീർക്കണം. ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവെ എവിടെങ്കിലും എൻ്റെ ജീവിതത്തിനകത്ത് അങ്ങക്ക് ഇഷ്ടമില്ലാത്ത മേഖലകളുണ്ടോ, ഞാൻ എൻ്റെ കണ്ണുകളും കൊണ്ട് കാണുന്ന കാര്യങ്ങളുണ്ടോ, എൻ്റെ കൈ സ്പർശിക്കുന്ന ഇടങ്ങളുണ്ടോ, എൻ്റെ ഹൃദയം ചിന്തിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ശരീരം ഭക്ഷിക്കുന്ന എൻ്റെ മനസ്സ് കൊടുക്കുന്ന ഏതെങ്കിലും മേഖലകളുണ്ടോ, അവിശ്വാസത്തിലേക്ക് ഞാൻ പോകാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം വികാരങ്ങളും വിചാരങ്ങളും എൻ്റെ വിശപ്പും ഒക്കെ ഞാൻ അതിനെ അതിനെ ഒക്കെ ആശ്വസിപ്പിക്കുന്ന ഏതെങ്കിലും മേഖലകളുണ്ടോ, ലഹരികളോ അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങളോ ഒക്കെ, അല്ലെങ്കിൽ ചില ചിന്തകള്, ചില ജീവിത ശൈലികള്, ഹല്ലേലൂയ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കർത്താവെ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ഹല്ലേലൂയ. ചില കർത്താവ് ഇങ്ങനെ പറയുന്നു, പൈങ്കിളിക്കാത്തി തോന്നുന്നു അതൊക്കെ നോവൽസും അങ്ങനത്തെയൊക്കെ ആയിരിക്കും. കർത്താവ് അങ്ങനെ ഒരു വാക്ക് എൻ്റെ മനസ്സിനകത്ത് എൻ്റെ വായിൽ തരുന്നു. പൈങ്കിളി കഥകൾ വായിക്കുന്നവരുണ്ടെന്ന്. ഹല്ലേലൂയ. അതിൽ നിന്നൊക്കെ പിന്തിരിയാൻ. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് അതെന്തുവാന്ന് പോലും എനിക്ക് അറിയത്തില്ല, പക്ഷെ കർത്താവ് തരുന്ന ഒരു വാക്കാ അത്. അങ്ങനെയൊക്കെ വായിക്കുന്നവര് കാണും. ഹല്ലേലൂയ. തിരിയാൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾക്ക് കുളിരു കോരുന്ന കാര്യങ്ങള്, ഇഷ്ടം തോന്നുന്ന കാര്യങ്ങള്, ഭക്ഷണങ്ങള്, ഇതൊന്നും ഹല്ലേലൂയ അതിൽ നിന്നൊക്കെ ഓടി അകലണം. ദൈവം എൻ്റെ ഭവനത്തിൽ നടക്കണം എന്ന ആഗ്രഹമുണ്ടോ? ദൈവം എൻ്റെ ജീവിതത്തിൽ ഉത്തരവാദിത്തം വഹിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാൽ ഇണയില്ല പിണ കൂടാൻ നടക്കല്ല്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവെ എൻ്റെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും അങ്ങയോടുള്ള താല്പര്യത്തിനപ്പുറം ഞാൻ മനുഷ്യരോട് താല്പര്യം കാണിച്ചെങ്കിൽ, കൂട്ടുകെട്ടുകളോട് താല്പര്യം കാണിച്ചെങ്കിൽ, കർത്താവെ എന്നോട് ക്ഷമിക്കണം. ഹല്ലേലൂയ. എനിക്ക് ഇങ്ങനത്തെ ചില വിഗ്രഹങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട. അവിശ്വാസിയുമായിട്ട് അവരുടെ കളത്തിൽ കയറി ചെന്ന് ശരി ശരി എന്ന് പറഞ്ഞ് അവരോടൊപ്പം നിൽക്കുന്ന ഒരു ജീവിതം എനിക്ക് വേണ്ട. ഹല്ലേലൂയ. എന്നെ ഒന്ന് വേർതിരിക്കണം. വേർതിരിച്ചാലേ ദൈവത്തിന് അനുഗ്രഹിക്കാൻ സാധിക്കത്തുള്ളൂ. ബലപ്പെടുത്തട്ട്. നമ്മുടെ ജീവിത ശൈലികളും കൊണ്ട്, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളും കൊണ്ട്, നമ്മൾ ഇടുന്ന മേക്കപ്പും കൊണ്ട്, നമ്മൾ ധരിക്കുന്ന പല കാര്യങ്ങളും കൊണ്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും ഹല്ലേലൂയ മറ്റുള്ളവർ നമ്മളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവരും ചെയ്താൽ എന്താ എന്നുള്ള ഒരു ഉദാഹരണമായി തീരല്ല നമ്മൾ ആരും. ഹല്ലേലൂയ. കർത്താവിനെ എല്ലാ വിധത്തിലും ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. there is no compromise in the kingdom of God. ഹല്ലേലൂയ. ദൈവരാജ്യത്തിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഹല്ലേലൂയ. ദൈവരാജ്യത്തിനകത്ത് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇല്ല. ഹല്ലേലൂയ. ദൈവരാജ്യത്തിനകത്ത് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ക്രിസ്തുവിന്റെ പാത. ഹല്ലേലൂയ. വാതില്, ആ വഴിയും പാതയും ഒക്കെ ഇടുങ്ങിയതായിരിക്കും. ചിലപ്പോൾ മറ്റുള്ളവർ കളിയാക്കുമായിരിക്കും. ചിലപ്പോൾ നമ്മളെ ചെല്ലുമ്പോഴത്തേക്ക് അവരൊക്കെ വായടച്ച് വെക്കുമായിരിക്കും. അവർ പറയുമായിരിക്കും, ഇതെന്തുവാ ഇങ്ങനെയൊന്നും പറ്റത്തില്ലേ, ഒരു ദിവസത്തേക്ക് അവർ പറയുമായിരിക്കും, ഇതെന്തുവാ ഇങ്ങനെയൊന്നും പറ്റത്തില്ലേ, ഒരു ദിവസത്തേക്ക് ഒരു നേരത്തേക്ക് ഇതൊന്നും പറ്റത്തില്ലേ. ഹല്ലേലൂയ. അവരോട് പറഞ്ഞ് പഠിപ്പിക്കണം, എൻ്റെ വിശ്വാസം വലുതാ, എനിക്ക് ആ കിരീടം നഷ്ടപ്പെടാൻ പറ്റത്തില്ല, എനിക്ക് ദൈവരാജ്യത്തിനകത്ത് എങ്ങനെയെങ്കിലും കയറിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എനിക്ക് നരകത്തിൽ പോകണ്ട. സഹായിക്കട്ടെ. ഈ വിശ്വാസത്തിനെ നമുക്ക് കാത്തുകൊള്ളാം. നമ്മളിൽ നിന്ന് വേണം നമ്മുടെ മക്കള് പഠിക്കുവാനായിട്ട്. ഹല്ലേലൂയ. ഈ വിശ്വാസം വലുതാണെന്ന്. ഈ നല്ല കർത്താവിന്റെ വിശ്വാസം വെറും ലാഘവത്തോടെ കാണല്. ഹല്ലേലൂയ. വില കൊടുക്കണം. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തിട്ട്. ഹല്ലേലൂയ. സ്തോത്രം. 7:1 പറയുന്നു, നമുക്ക് ഈ വാഗ്ദത്തം
വാഗ്ദത്തങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാം. Let us cleanse ourselves from everything that can defile our body or spirit. നമ്മുടെ ശരീരങ്ങളെയോ നമ്മുടെ ആത്മാവിനെയോ, അതിനകത്ത് ഇച്ചിരിയും കൂടെ ഞാൻ ചേർക്കാം, നമ്മുടെ വിചാരങ്ങളെയോ ചിന്തകളെയോ കാഴ്ചപ്പാടുകളെയോ ഒക്കെ അഴുക്കാക്കുന്ന മേഖലകളിൽ നിന്നൊക്കെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കാം. ദൈവം വിശുദ്ധനായതുകൊണ്ട് നമുക്കും വിശുദ്ധിക്ക് വേണ്ടി നമുക്കൊന്ന് പരിശ്രമിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് നമുക്കൊന്ന് വിശുദ്ധരായിട്ട് ഒന്ന് നമുക്ക് ജീവിക്കാൻ നമുക്കൊന്ന് കർത്താവിൽ ആശ്രയിക്കാം. ഹല്ലേലൂയ. നമുക്കൊന്ന് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പം തൊട്ട് രാത്രിയിൽ ഉറങ്ങുന്നത് വരെയും നമ്മുടെ സ്വപ്നങ്ങൾ പോലും എങ്ങനത്തെയാണെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഹല്ലേലൂയ. ആത്മാവേ, എന്നെ ഒന്ന് വേർതിരിക്കണം. ഇന്ന് ആ പ്രാർത്ഥനയൊന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ, എന്നെ ഒന്ന് വേർതിരിക്കണം, എൻ്റെ തലമുറകളെ ഒന്ന് വേർതിരിക്കണം, എൻ്റെ ജീവിതത്തിനകത്ത് അശുദ്ധി ഒന്നും വേണ്ട, എനിക്ക് ഇണയില്ല പിണ കൂടണ്ട കർത്താവേ, എൻ്റെ കൂട്ടുകാരെയൊക്കെ ഞാനൊന്ന് സെലക്ട് ചെയ്യട്ടെ. ഹല്ലേലൂയ. എനിക്ക് ഈ ലോകത്തിട്ട് ചിലപ്പം കൂട്ടുകാരൊക്കെ കാണും, പക്ഷെ എനിക്ക് അവരുമായിട്ട് ഒന്നും എനിക്ക് കൂടണ്ട, അവരുടെ രീതികളൊന്നും എനിക്ക് വേണ്ട, ഞാൻ അവരെ തൃപ്തിപ്പെടുത്തണ്ട. ഹല്ലേലൂയ. എൻ്റെ യേശുവിനെ തൃപ്തിപ്പെടുത്തിയാൽ മതി. ഹല്ലേലൂയ. ബന്ധങ്ങളൊക്കെ കൂടുമ്പം, വിവാഹങ്ങളൊക്കെ കഴിക്കുമ്പം, കൂട്ടൊക്കെ കൂടുമ്പം ഒന്ന് ശ്രദ്ധിച്ച് നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. നാളെ കാലം അവരെ എൻ്റെ പക്ഷത്താക്കാം, അത് കാരണം ഞാൻ ഇന്നൊന്ന് ചാടി നോക്കട്ടെ, നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. അവിശ്വാസികളുമായിട്ട് വിശ്വാസിക്ക് ബന്ധം വേണ്ട. കൂട്ടൊക്കെ ആകാം, പക്ഷെ എനിക്ക് അവരുടെ രീതികളൊന്നും വേണ്ട കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് ആത്മീയ ജീവിതം കാഴ്ചവെക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ.